ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്സ് എടുക്കുമ്പോൾ ഗൂഗിൾ മാപ്സ്, യൂട്യൂബ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ കാണിച്ചുതരാം, ഓവറായിട്ട് ചടപ്പിക്കണില്ല. അപ്പോൾ ഞാൻ ഇത് ഓണാക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴോട്ട് ഇത് വലിച്ചിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യണ കാര്യം കേട്ടോ. ഇത് അറിയുന്നവരൊക്കെ സിമ്പിളായിട്ട് ചടപടാറുണ്ട് ചെയ്യും. പിന്നെ ഒരു 3 ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അവന് യൂസ്ഫുള്ളിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. അവന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് മൊബൈൽ നോക്കിയിട്ട് സോങ്സ് വെക്കുന്ന ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, ഇപ്പോൾ അവനക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവനക്ക് സോങ്സ് കാണും ചെയ്യുക, ഒരു വീഡിയോ ക്ലാരിറ്റി കിട്ടും. നമുക്ക് സിനിമ ആണെങ്കിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഒരു ഫിലിം ഇട്ടിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ മിക്ക ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ ഓടിച്ചു കഴിഞ്ഞാൽ അതിലോട്ട് എല്ലാവരും ആഗ്രഹമാണ് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ സിസ്റ്റം അല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് കാണാൻ പറ്റണം, ഗൂഗിൾ വർക്ക് ചെയ്യണം, മാപ്പ് വർക്ക് ചെയ്യണം. അത് നമ്മുടെ ജസ്റ്റ് കാറിൻ്റെ ഡാഷിൻ്റെ അവിടെ ഇരുന്നിട്ട് ഭംഗിയില്ലത്. അപ്പോൾ മിക്ക ആൾക്കാരും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇത് എങ്ങനെ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗൂഗിൾ വർക്ക് ചെയ്യിപ്പിക്കുക, എങ്ങനെ മാപ്പ് വർക്ക് ചെയ്യിക്കുന്നത്, ഇതൊന്നും അറിയത്തില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഞാൻ കുറേ നോക്കിയപ്പോൾ കുറേ ഹിന്ദിയിലൊക്കെ വീഡിയോ കണ്ടത് കുറേ. പിന്നെ അങ്ങനെ പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ ഇതേപോലെ കാർ മേടിച്ചിട്ട് അവൻ ആൻഡ്രോയിഡ് സിസ്റ്റം കണക്ട് ചെയ്ത് എന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവൻ എന്ത് ചെയ്ത് അവൻ എന്താ ചെയ്യും, ബ്ലൂടൂത്ത് ഓണാക്കി സോങ് കേട്ടോണ്ടിരിക്കും, പെൻ ഡ്രൈവ് ഒത്തും. ഇപ്പോൾ യൂട്യൂബ് അവൻ വർക്ക് ചെയ്യിപ്പിങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു ദിവസം എന്ത് ചെയ്ത് അതിൽ കയറി എൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും നോക്കുമ്പോൾ അതിൽ എന്താ മെയിൽ അക്കൗണ്ട് കണക്റ്റ് അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് കണക്ട് ചെയ്തിട്ട് അവനെ ഹെൽപ്പ് ചെയ്ത്. കാരണം വെച്ചാൽ അവൻ മിക്ക സമയത്തും ഈ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയുമോ, നമ്മൾ ഈ മൊബൈൽ നോക്കിയിട്ട് മാറ്റുന്ന ടൈമിൽ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് പോകും ഇല്ലേ. ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ, നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് കയ്യേറ്റ് നമുക്ക് ഓരോ കയ്യാനും ചെയ്യാം. മറ്റേത് മൊബൈൽ പിടിച്ചിങ്ങനെ നോക്കിക്കണം. അപ്പോൾ അത് കുറച്ച് ഡേഞ്ചർ അല്ലേ. അപ്പോൾ ഇത് മിക്ക ആൾക്കാർക്കും, ഇപ്പോൾ എൻ്റെ അനിയനെ അറിയാത്ത പോലെ തന്നെ മിക്ക ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയാം, കുറച്ച് ആൾക്കാർക്ക് അറിയത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് മെയിൽ അക്കൗണ്ട് എങ്ങനെ കണക്ട് ചെയ്യണത്, പിന്നെ നമ്മുടെ മൊബൈൽ ടു മൊബൈൽ നമ്മൾ ഡാറ്റ ഷെയർ ചെയ്യില്ല, വൈഫൈ ഹോട്ട്സ്പോട്ട്, അതെങ്ങനെ ഇതിലോട്ട് നമ്മൾ ഷെയർ ചെയ്യണത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഹേയ്, അപ്പോൾ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ ഗൂഗിൾ കണക്ട് ചെയ്യണ ജസ്റ്റ് കാണിച്ചു തരികയാണ്. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്സ് എടുക്കുമ്പോൾ ഗൂഗിൾ മാപ്സ്, യൂട്യൂബ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ കാണിച്ചുതരാം, ഓവറായിട്ട് ചടപ്പിക്കണില്ല. അപ്പോൾ ഞാൻ ഇത് ഓണാക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴോട്ട് ഇത് വലിച്ചിട്ട് ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ ഹോട്ട്സ്പോട്ട് എന്ന് കാണാൻ പറ്റും, അതിവിടെ കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ ഡാറ്റയുടെ നമുക്ക് ഹെൽപ്പ് വേണ്ടി വരും. ഡാറ്റ ഇല്ലാണ്ട് നമുക്ക് ഈ ഇതൊന്നും നമുക്ക് വർക്ക് ചെയ്യില്ല. നമ്മുടെ മൊബൈൽ എങ്ങനെയാണോ നെറ്റ് ഓൺ ആക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന അതേ രീതിയാണ് ഇതും. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ നമ്മുടെ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ടും പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ വൈഫൈയുമായി നമ്മൾ ഇതിലോട്ട് ഡാറ്റ ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഇവിടെ ജസ്റ്റ് സെർച്ച് ബാറിൽ ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് ടൈപ്പ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് ഞാനത് ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യണം. കണ്ട, അപ്പോൾ ഇങ്ങനെ അടിക്കുക ക്രിയേറ്റ് ഗൂഗിൾ അക്കൗണ്ട്, എന്നിട്ട് ഇവിടെ താഴെ സെർച്ച് ഇൻ ഓപ്ഷൻ. അപ്പോൾ ഇതാ ക്രിയേറ്റ് ഗൂഗിൾ അക്കൗണ്ട് ആൻഡ് ഗൂഗിൾ ഹെൽപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പേജിലോട്ട് പോകുന്നതാണ്. അവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കാണാൻ പറ്റും. ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു പേര് എന്താണ് പേര്, ഇപ്പോൾ എൻ്റെ പേര് ജംഷീറാണ്. അപ്പോൾ ആ പേര് അടിക്കുക. ലാസ്റ്റ് നെയിം എന്താ വരുന്നത്,
ഇനിഷ്യലാണ് ഇനിഷ്യൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു നിങ്ങളുടെ ലാസ്റ്റ് നെയിം ഉണ്ടാവില്ലേ, എന്താ വെച്ചാൽ നിങ്ങളുടെ ലാസ്റ്റ് നെയിം അത് കൊടുക്കുക. വീണ്ടും ഇവിടെ നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് ഇവിടെ എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നെക്സ്റ്റ് പേജിലോട്ട് കണക്റ്റ് ആവും. അവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഫോർ ജനറൽ, നിങ്ങളുടെ ജനറൽ ഏതാ വെച്ചാൽ അത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് പേജ്. അപ്പോൾ ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യണ കാര്യം കേട്ടോ. അറിയുന്നവരൊക്കെ സിമ്പിളായിട്ട് ചടപടാറുണ്ട് ചെയ്യും. പിന്നെ ഒരു 3 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കുക. ഈ 3 ഓപ്ഷനിൽ 2 ഓപ്ഷൻ അവർ നമുക്കായിട്ട് തരുന്നതാണ്. നമ്മൾ എക്സ്ട്രാ അല്ലെ വേറെ രീതിയിൽ നമ്മൾ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട. ഇത് നമുക്ക് 2 പേര് ഇഷ്ടപ്പെട്ടില്ല, നമുക്കായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇതൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ പേരെന്താണോ ആ പേര് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്പർ അടിക്കുക. നമ്പർ അടിക്കുമ്പോൾ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡ് കാണിക്കും. ആ റെഡ് കാണിക്കുന്നത് ജസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഇതാണ് കണ്ട റെഡ് വന്നു. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേ പേരിൽ ഒരു അക്കൗണ്ട് മുന്നേ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും, സെയിം പേരിൽ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ നമ്പേഴ്സ് മാറ്റണം. നമ്പേഴ്സിന് ചെറിയൊരു മാറ്റം കൊടുത്താൽ മതി. ഒരു ഇഷ്ടപ്പെട്ടൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ല പാസ്വേഡൊന്നുമല്ല. 6237 അപ്പോൾ ആ സെയിം നമ്പറിൽ വേറെ ഉള്ളതുകൊണ്ടാണ് കിട്ടാറുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഒരു പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അടിക്കേണ്ടത്. അതുകൊണ്ട് ജസ്റ്റ് അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ സ്മോൾ ലെറ്റർ, പിന്നെ നമ്പർ, പിന്നെ നമുക്കൊരു ഇത് വേണം, എന്തെങ്കിലും ഒരു സിമ്പിൾ കൊടുക്കുക. അതേപോലെ തന്നെ കൺഫേം പാസ്വേഡ് എന്നുള്ളത് അതും കറക്റ്റായിട്ട് നമ്മൾ മുകളിലടിച്ച പോലെ തന്നെ താഴെ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് പേജ് കൊടുക്കുക. ഇതാണ് പരിപാടി കേട്ടോ. അപ്പോൾ അറിയില്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് എനിക്ക് ഇതിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് റിക്കവർ ചെയ്യണമെങ്കിൽ ഇതിൽ ഞാനൊരു അക്കൗണ്ട് ഞാൻ മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഉണ്ടാകണം. ആ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അടിച്ചു കൊടുക്കണം. നമ്മുടെ മൊബൈലത്തെ അക്കൗണ്ട് ആയിക്കോട്ടെ, ഇതിലൊരു ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടായിക്കോട്ടെ, അത് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക. മൊബൈലത്തെ മതി. നമ്മൾ പുതിയത് ചെയ്യുമ്പോൾ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട്, അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ അടിക്കുക. അത് എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാനൊരു സ്ക്രീൻ റെക്കോർഡിങ് വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം, അറിയത്തില്ലെങ്കിൽ. അപ്പോൾ ഏതായാലും ഞാനൊരു ഇവിടെ ഒരു അക്കൗണ്ട് ഞാൻ ടൈപ്പ് ചെയ്യാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? അപ്പോൾ ഈ അക്കൗണ്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ അടിച്ച ഇമെയിൽ അഡ്രസ്സ്, ഇപ്പോൾ ഈ കാണുന്ന ഇമെയിൽ അഡ്രസ്സ് നമുക്ക് നഷ്ടപ്പെട്ടാൽ പോലും നമ്മൾ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ കൊടുത്തൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടല്ലേ, അതുണ്ടായാൽ മതി. ഈ അക്കൗണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഇത് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കണം. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വീണ്ടും കൊടുക്കുക. കഴിഞ്ഞു. നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഇമെയിൽ അഡ്രസ്സ് ഏതിലോട്ടൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു ഡിസ്പ്ലേ ആണ് ഇവിടെ വന്നിട്ടുള്ളത്, കണ്ടല്ലേ? നമുക്ക് ഗൂഗിൾ മാപ്സ്, യൂട്യൂബ്, അങ്ങനെ ഇമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, അതൊക്കെ ഇതിൽ എന്ന് വെച്ചാൽ ഈ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ നമുക്ക് ഈ ഇമെയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, കണ്ടല്ലേ? PDF ഫയൽ, അങ്ങനെ ഓരോ ഫയൽസും കാര്യങ്ങളും നമ്മൾ ഗൂഗിളിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ പ്ലേ സ്റ്റോർ വഴി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ അതിലോട്ടൊക്കെ നമുക്ക് ഈ അക്കൗണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സംഭവം കഴിഞ്ഞു. ആപ്സ് എടുക്കണം. അപ്പോൾ നമ്മൾ മെയിലൊക്കെ കണക്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വീണ്ടും ഗൂഗിളിലോട്ട് കയറുകയാണ്. അവിടെ കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ മേളിൽ കാണാൻ പറ്റും നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് കണക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ചിലതിൽ ഓട്ടോ കണക്റ്റ് ആവും, ചിലതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സൈനിങ് ഉള്ളിടത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. കണ്ടോ? നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോൺ നമ്പർ
ഈ ഫോൺ നമ്പർ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അതുപോലെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏതൊക്കെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടോ അത് മൊത്തം ഇവിടെ കാണിക്കും. അതിൽ ഏതാണെങ്കിലും നമുക്കിവിടെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇമെയിൽ പാസ്വേഡ് ഓർമ്മ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിരിക്കുന്ന അക്കൗണ്ടോ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാറുകൾ പല ആൾക്കാരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഓൾറെഡി ഇപ്പോൾ നിങ്ങളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരെണ്ണം മാത്രമായിരിക്കും. ആ ഒരെണ്ണം ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ എന്തെങ്കിലും ഇത് ബ്രൗസർ വഴിയൊക്കെ യൂസ് ചെയ്യണതാണ്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും നമ്മളെ വണ്ടി ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ആൻഡ് ഫാമിലി ആരായിക്കോട്ടെ നമ്മളിത് കൊണ്ടുപോകുമ്പോൾ അഥവാ ഡിലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മൾ ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ നടക്കം ചിലപ്പോൾ പോകാൻ സാധ്യത ഉണ്ടാവും. അത് ഇവിടെ ചെയ്താലും മതി. അതുകൊണ്ടാണ് ഞാൻ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് അടിക്കണം എന്ന് പറയാനുള്ള കാരണം. നമ്മുടെ മൊബൈലിൽ ഒരിക്കലും ടൈപ്പ് ചെയ്യാതിരിക്കുക. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 or 3 ഒരു ഈ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്തൊരു അക്കൗണ്ട് ഇവിടെ കൊണ്ടുവിടുക, അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം ഉണ്ടാക്കുക. അപ്പോൾ ഇതുവഴി നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫോർഗെറ്റ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ പറ്റും. ഈ ഫോർഗെറ്റ് ഇമെയിൽ അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ അഡ്രസ്സ് ഓർമ്മയില്ലെങ്കിൽ ആ ഫോർഗെറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അവിടെ എനിക്ക് പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. പാസ്വേഡ് ഏതാണ് ഞാൻ കൊടുത്ത പാസ്വേഡ്, ആ പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ആ പാസ്വേഡ് ഞാൻ കൊടുത്തു. ഇപ്പോൾ ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്താ മനസ്സിലായോ നിങ്ങൾക്ക്? റിക്കവറി ഇമെയിൽ, പിന്നെ ഫോൺ നമ്പർ. ഇത് ഫസ്റ്റത്തെ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ മൊബൈലിലുള്ള ഒരു ഇമെയിൽ അഡ്രസ്സോ കൊടുത്താൽ മതി. പിന്നെ ഹോം അഡ്രസ്സ്, പിന്നെ ഇത് കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അക്കൗണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾ അതിൻ്റെ ഇത് വായിച്ച് നോക്കി ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ജസ്റ്റ് ഒന്ന് ഫില്ലപ്പ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 മതി. ഡൺ കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ പിക്ചർ ഇപ്പോൾ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഞാൻ ചെയ്യണില്ല. അപ്പോൾ അത് കണക്ട് ചെയ്ത് ഇനി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീൻ അടിച്ച് ആപ്സിലോട്ട് പോയി ഇവിടെ ഞാനിപ്പോൾ അത് പ്ലേ സ്റ്റോറിലോട്ടും ഞാൻ ജോയിൻ ചെയ്യിക്കുകയാണ്. അഗ്രി കൊടുത്തു. എനിക്കത് അവിടെയും ജോയിനായി. ആൻഡ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ആൻഡ്രോസ് സ്വിച്ച് എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഒന്നും പറയാല്ല കൈസ്. നോക്കിയേ, പബ്ജി അടക്കത്തിൽ കളിക്കാൻ പറ്റും. ഇരിക്കുന്നത് 1 GB, പക്ഷേ ഭയങ്കര ലാഗടി. എനിക്കിതിൻ്റെ റാം എത്ര വരുന്ന അറിയില്ല. എൻ്റെ അനിയനാണത് മേടിച്ച് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അവന് യൂസ്ഫുള്ളിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. അവന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് മൊബൈൽ നോക്കിയിട്ട് സോങ്സ് വെക്കുന്ന ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതാ ഇപ്പോൾ അവനക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവനക്ക് സോങ്സ് കാണും ചെയ്യാം. ഒരു വീഡിയോ ക്ലാരിറ്റി കിട്ടും. നമുക്ക് സിനിമ ആണെങ്കിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഒരു ഫിലിം ഇട്ടിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ മാപ്പ് കണക്ട് ചെയ്യാണ്. മാപ്പിലോട്ടും ആക്സസ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മാപ്പിലോട്ടും ആക്സസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആണല്ലേ. അപ്പോൾ എല്ലാം കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി യൂട്യൂബ് വഴി നമുക്കൊരു വീഡിയോ കാണാൻ പറ്റും. നോക്കിയാലോ, കണക്റ്റ് ആയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ ചാനൽ നെയിം അവിടെ അടിക്കുകയാണ്, STAR. അപ്പോൾ 1-2 സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 1-2 സ്റ്റാർ. ഇതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. സെർച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ എൻ്റെ ചാനലിൻ്റെ അതായത് പ്രൊഫൈൽ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ
ഈ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 248. അപ്പം അത് നിങ്ങളെ സഹായമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1K പുറത്തേക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ ഏതായാലും ഞാനൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു സബ്സ്ക്രൈബ് ഞാൻ എൻ്റെ അക്കൗണ്ടിലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസും പിന്നെ എൻ്റെ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.